കൂട്ടുകാരെ, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയതും കണ്ടതുമായ കുറച്ച് വിവരങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഏറ്റവും പ്രസിദ്ധമായ ഒരു വിഷ്ണു ക്ഷേത്രമാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. സമ്പന്നമായ ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് മുൻപായി കുറച്ച് കർശനമായ നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അമ്പലത്തിൽ കയറാനുള്ള ഡ്രസ് കോഡ് ഉൾപ്പെടെ വരുന്ന വാഹനങ്ങളുടെ പാർക്കിംഗ് സൗകര്യങ്ങൾ വരെ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പുരുഷന്മാരുടെ ഡ്രസ്സ് മുണ്ടും നേരിയതും ആണ്. ഷർട്ട് പാടില്ല. ജീൻസൊക്കെ ഇട്ട് വരുന്നവർക്ക് അതിൻ്റെ പുറത്ത് മുണ്ടുടുത്ത് ദർശനം നടത്താവുന്നതാണ്. സ്ത്രീകൾ സാരി, സെറ്റ്, മുണ്ട്, പരമ്പരാഗതമായ ഡ്രസ്സുകൾ ഒക്കെ ധരിക്കാം. ചുരിദാർ, ജീൻസൊക്കെ ഇടുന്നവർ ചുരിദാറിൻ്റെ മുകളിൽ മുണ്ടുടുത്ത് ദർശനം നടത്താവുന്നതാണ്. അത് നമ്മൾക്ക് നടയിൽ തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ പാർക്കിങ് വലിയ സൗകര്യമില്ലാത്ത സ്ഥലമായത് കാരണം ദർശനത്തിന് വരുന്നവർ അതിരാവിലെ തന്നെ വരുന്നതായിരിക്കും നല്ലത്. ദർശനത്തിന് സമയത്തിലും പ്രത്യേകതയുണ്ട്. എല്ലാ ദിവസങ്ങളിലും 3:30 മുതൽ 12 വരെയും വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെയും ദർശന സമയം ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേക വിശേഷപ്പെട്ട പൂജാ ദിവസങ്ങളിൽ, ഉത്സവകാലങ്ങളിൽ, വിഷു മഹോത്സവം, ഓണം ഇങ്ങനെയുള്ള പ്രത്യേക സമയങ്ങളിൽ സമയങ്ങൾക്കും മാറ്റമുണ്ടാവും. അത് നമ്മൾ അന്നന്നത്തെ വെബ്സൈറ്റുകൾ നോക്കി മാത്രമേ ഈ അമ്പലങ്ങളിൽ വരാവൂ. ഫോണ്, ക്യാമറ, കീയ്, സ്മാർട്ട് വാച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ അമ്പലത്തിൽ ഒഴിവാക്കിയിരിക്കുന്നതാണ്. എൻ്റെ ഓർമ്മയിൽ നിന്ന് ഒരിക്കൽ മറ്റൊരമ്പലത്തിൽ നിന്നും പ്രസാദം വാങ്ങി ബാഗിൽ ഇട്ട കാരണം എൻ്റെ കൂടെയുള്ളവർ കയറിപ്പോവുകയും ഞാൻ പുറത്ത് നിൽക്കേണ്ടി വരികയും ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അകത്ത് ചെന്നതിന് ശേഷമാണ് നമ്മൾക്കുണ്ടാകുന്നത്. ആദ്യത്തെ കവാടം കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് നമുക്ക് ചെക്കിങ് ഉണ്ടാവുക. അപ്പോൾ കൂടെയുള്ളവർ ഉള്ളിൽ കടന്നു കഴിയുമ്പോൾ പുറകെ വരുന്ന ആളിൻ്റെ ചെക്കിങ്ങിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ അവർ പുറത്ത് നിൽക്കേണ്ടതായും അവർ പുറത്ത് നിൽക്കുമ്പോൾ ഉള്ളിൽ പോയവർ അവരെ തിരക്കി കാണാതെ വിഷമിക്കുന്ന കാഴ്ചകൾ മിക്കപ്പോഴും അവിടെ കാണുകയും ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായി മനസ്സിലാക്കിയതിന് ശേഷമേ ഈ അമ്പലത്തിൽ വരാവൂ. ദൂരദേശങ്ങളിൽ നിന്നൊക്കെ പല അമ്പലങ്ങൾ സന്ദർശിക്കാൻ വരുന്നവർക്കായിട്ട് ആദ്യം തന്നെ ഈ അമ്പലത്തിൽ കയറി ദർശനം നടത്തി അതിരാവിലെ തന്നെ ഈ അമ്പലത്തിൽ കയറി ദർശനം നടത്തിയതിന് ശേഷം മറ്റമ്പലങ്ങളിൽ പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് എനിക്ക് പലപ്പോഴായി തോന്നിയിട്ടുണ്ട്. ഞാൻ പല സമയങ്ങളിലും ഈ അമ്പലങ്ങളിൽ പോകാറുള്ളത് കൊണ്ടാണ് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം നമ്മളിവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ഒരുപാട് ചിട്ടകളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ അകത്താക്കിയതിന് ശേഷം കീ മാത്രം കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ആ കീ കയ്യിലിരുന്നത് കാരണം എൻ്റെ കൂടെയുള്ളവരെല്ലാം അകത്ത് പോവുകയും ദർശനം എനിക്ക് നടത്താൻ സാധിക്കാതെ തിരിച്ചു പോരുന്ന ഒരവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പലർക്കും ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധിക്കാതെ പോകുന്ന കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവർ ഒരു വിശ്വാസമായിട്ട് കണക്കാക്കി വരുന്ന ദിവസം അവിടെ കയറാൻ അതാണ് നമ്മുടെ കുഴപ്പമാണ് എന്നൊക്കെ തന്നെ പറഞ്ഞാണ് ഭക്തർ ഇവിടം വിട്ടു പോകുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അനന്തശയനമാണ്. അനന്തപത്മനാഭൻ അനേകം പാമ്പുകളുടെ ഇടയിൽ കിടക്കുന്ന ചിത്രം. 18 അടി നീളമുള്ള വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠ ഒറ്റ നോട്ടത്തിൽ മുഴുവനായി ദർശിക്കാൻ നമുക്ക് പറ്റുകയില്ല. 3 ഘട്ടമായാണ് ഈ പ്രതിഷ്ഠ നമുക്ക് കാണാൻ പറ്റുക. മുഖം, നാഭി, പാദം ഇങ്ങനെയാണ് നമുക്ക് ദർശനം കിട്ടുക. ഈ ക്ഷേത്രത്തിൽ 6 നിലവറകൾ ഉള്ളതായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു.
അതിൽ ബി നിലവറ ഇന്നും തുറന്നു കണ്ടിട്ടില്ല. അത് ആചാരവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്നും പല അനർത്ഥങ്ങൾ സംഭവിക്കുമെന്നുമാണ് ഇന്നും ആളുകളുടെ വിശ്വാസം. ഇവിടുത്തെ പ്രധാന വഴിപാട് തേങ്ങാപ്പോട്ടിൽ തേങ്ങയും അരിയും മാങ്ങയും പാൽമാങ്ങ മോദകം എന്നിവയാണ്. തിരക്കുള്ള ദിവസങ്ങളിൽ കാർ പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടാകും. കാർ പാർക്കിങ്ങിന് ശേഷം അല്പം നടന്നാൽ മാത്രമേ അമ്പലനടയിൽ നമുക്ക് കയറാൻ പറ്റൂ. അപ്പോൾ വേനൽക്കാലമായാൽ ഇവിടെ ദർശനം അതിരാവിലെയോ വൈകിട്ടോ നടത്തുന്നതായിരിക്കും എപ്പോഴും ഉചിതം. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ നോക്കി വേണം എല്ലാവരും ഈ ദർശനത്തിന് വേണ്ടി ഒരുങ്ങാൻ. ഓക്കേ.